ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആവേശവും ആരവങ്ങളും മൈതാനങ്ങളിൽ മടങ്ങിയെത്തുമ്പോൾ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രത്യാഘാതം ഏറ്റവുമധികം ബാധിച്ച മേഖലകളിൽ ഒന്നാണ് സ്പോർട്സ്. വൈറസ് വ്യാപനത്തെ തുടർന്ന് കളിസ്ഥലങ്ങളും ജിമ്മുകളും നീന്തൽക്കുളങ്ങളുമൊക്കെ പല മാസങ്ങൾ അടച്ചിട്ടു. സാമൂഹിക അകലം പാലിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ കാണികളും ജനക്കൂട്ടവും ഉൾപ്പെടുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കുകയോ മാറ്റിവയ്ക്കപ്പെടുകയോ ചെയ്തു. കാണികളില്ലാതെ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയെന്നത് 2 കൊല്ലങ്ങൾക്ക് മുൻപ് ചിന്തിക്കാൻ പോലും പ്രയാസമായിരുന്നു. എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് ഒളിമ്പിക്സ് പോലുള്ള വിശ്വ കായിക മേളകൾ മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ വരെ കാണികളില്ലാതെയാണ് സമീപകാലത്ത് അരങ്ങേറിയത്. കായിക താരങ്ങളെ സംബന്ധിച്ച് നിരന്തര പരിശീലനം ഒഴിച്ചുകൂടാനാവാത്തതാണ്. മത്സരങ്ങളിലൂടെ കായികശേഷി നിരന്തരം വിലയിരുത്തേണ്ടതും മെച്ചപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ കായിക മേഖലയുടെ കുതിപ്പിന് കടിഞ്ഞാണിട്ടു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് ശ്രീ ടി.പി. ദാസൻ വാർത്താതരംഗിണിയോട്. കോവിഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 കൊല്ലക്കാലം കേരളത്തിലെ വിദ്യാലയങ്ങളിലും കോളേജുകളിലും ഒക്കെ സ്പോർട്സിന്റെ പരിശീലനമോ കോമ്പറ്റീഷനുമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഈ സ്പോർട്സ് കോട്ടയുടെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യമോ ഒന്നും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഒരു 5ാം ക്ലാസ് മുതൽക്ക് പരിശീലനം നടത്തുന്ന കുട്ടികൾ അവർ 2 കൊല്ലം സഫർ ചെയ്തു. ആ 2 കൊല്ലം നിശ്ചലമായി കുട്ടികൾ നിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു പരിശീലനം ഇല്ലാതെ, ഒരു പ്രാക്ടീസും ഇല്ലാതെ, ഒരു എക്സസൈസും ഇല്ലാതെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അത് വളരെ വിപരീതമായ ഫലം സ്പോർട്സ് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് യാദൃശ്ചികമാവാം. പക്ഷെ എന്തായാലും കുട്ടികൾക്ക് ഇതൊരു വലിയ നഷ്ടമാണ്. ഇപ്പൊ രണ്ടാമതും അതിന്റെ പരിശീലനവും എല്ലാം തുടങ്ങി. ടൂർണമെന്റുകൾ ആരംഭിച്ചു, കോമ്പറ്റീഷനുകൾ തുടങ്ങി, അങ്ങനെയൊക്കെ തുടങ്ങി വരികയാണ്. എന്നാലും ഒരു 2 വർഷം മുമ്പുള്ളൊരവസ്ഥയിലേക്ക് എത്താൻ ഇനിയും ആയിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ നിരന്തരമായ പരിശീലനം നടത്താൻ കുട്ടികൾ തയ്യാറാവുന്നുണ്ട്, അധ്യാപകരും തയ്യാറാവുന്നുണ്ട്, കോച്ചസിന് തയ്യാറാവുന്നുണ്ട്. പ്രത്യേകിച്ച് വെക്കേഷൻ ക്യാമ്പുകളൊക്കെ ഇപ്പോൾ ഒരു അനുഭവം. 100 കണക്കിന് കുട്ടികളാണ് വെക്കേഷൻ ക്യാമ്പിലേക്ക് വരുന്നത്, വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നേടാൻ. ഇത്രയും കുട്ടികൾ വന്നു ചേരുകയാണ് ഈ ക്യാമ്പിലേക്ക്. അപ്പൊ ഇതുവരെ ഒരു 2 കൊല്ലം നിയന്ത്രണത്തിൽ നിന്നതുകൊണ്ട് ആ നിയന്ത്രണം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ടെസ്റ്റ് കേസ് ഈ ക്യാമ്പ് തന്നെയാണ്. എല്ലാ ഗെയിമിനും ക്യാമ്പുണ്ട് ഇപ്രാവശ്യം. ജില്ലാ അടിസ്ഥാനത്തിലും പ്രാദേശിക അടിസ്ഥാനത്തിലും ഒക്കെ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിലേക്ക് കുട്ടികൾ വരികയാണ്. അപ്പൊ ആ നിലയിലുള്ള ഒരു മുന്നേറ്റം ഇപ്പൊ കാണുന്നുണ്ട്. അത് നല്ലതാണ്. സ്കൂൾ തുറക്കുമ്പോഴേക്ക് തന്നെ സ്കൂളിൽ വെച്ചിട്ടും ഈ പരിശീലനവും, അതുപോലെ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള സ്പോർട്സ് ഹോസ്റ്റലുകളിലുള്ള പരിശീലനം, അങ്ങനെ ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴേക്ക് നമുക്കിത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ തിളങ്ങും. ഒരു ചെറിയൊരു ബ്രേക്ക് ഇപ്പൊ വന്നു എന്നുള്ളത് ശരിയാണ്. ആ നിലയിൽ നമ്മൾ ശക്തമായി മുന്നോട്ട് പോകും. കോവിഡ് വ്യാപനത്തിൽ കുറവ് വരികയും നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മേഖലകളെയും പോലെ കായികരംഗവും തിരിച്ചുവരവിന്റെ പാതയിലാണ്. മലപ്പുറത്ത് അടുത്തിടെ സമാപിച്ച സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് മലയാളിക്ക് കാൽപന്ത് കളിയോടുള്ള പ്രണയം പ്രതിഫലിക്കുന്നതായിരുന്നു. കായിക മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നത് ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന കേരള ഒളിമ്പിക് ഗെയിംസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. കേരള ഒളിമ്പിക് അസോസിയേഷനാണ് കായികമേള സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ. ഗെയിംസിനോടനുബന്ധിച്ച് പുഷ്പമേള, പ്രദർശനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മത്സരങ്ങൾക്ക് നാളെ സമാപനമാകും. കേരള ഗെയിംസിനെക്കുറിച്ചും ഈ വർഷം നടക്കാനിരിക്കുന്ന കേരള സ്കൂൾ ഗെയിംസിനെക്കുറിച്ചും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ വി. സുനിൽകുമാർ വാർത്താതരംഗിണിയോട്. കോവിഡ്-19 ശേഷം നമ്മുടെ സ്പോർട്സ് മേഖല ആകെ നിർജ്ജീവമാകുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. സ്പോർട്സ് മേഖലയല്ല, ലോകത്തുള്ള എല്ലാ മേഖലകളും നിർജ്ജീവമായപ്പോൾ അത് ഏറ്റവും കുറിക്കപ്പെട്ടത് സ്പോർട്സ് മേഖലയാണ്. കായിക താരങ്ങളുടെ കായികക്ഷമത നന്നായി കുറയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളടക്കം വിദ്യാഭ്യാസ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളടക്കം സ്പോർട്സിൽ നിന്ന് വഴിമാറി അവര് കമ്പ്യൂട്ടറിലും മൊബൈലിലേക്കൊക്കെ അവരുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പഴയ കായിക താരങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ പുതുതായി കുട്ടികൾ
കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിനും അടിയന്തരമായ നടപടികൾ വേണമെന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒളിമ്പിക് കമ്മിറ്റി കൂടുകയും ഒളിമ്പിക് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗെയിം എന്നൊരു ആശയം കൊണ്ടുവരുന്നത്. കേരള ഗെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ചെയ്തിട്ടില്ലാത്തൊരു പുതിയൊരു ആശയമായിരുന്നു. 24 കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരം, അത് ജില്ലാതലത്തിൽ 14 ജില്ലകളിൽ മത്സരം നടത്തി വിജയിച്ച് സംസ്ഥാന അടിസ്ഥാനത്തിൽ മത്സരം നടത്തുക എന്നുള്ളതാണ്. അത് ഫെബ്രുവരിയിൽ കോവിഡിന് മുമ്പ് തന്നെ 14 ജില്ലകളിലും അതിന്റെ ജില്ലാതല 24 കായിക ഇനങ്ങളുടെയും ജില്ലാതല മത്സരം നടന്നു. 10,000-കണക്കിന് കായിക താരങ്ങളാണ് അതിൽ പങ്കെടുത്തത്. അതിൽ നിന്ന് വിജയിച്ച ആളുകൾ ജില്ലയെ റെപ്രസെന്റ് ചെയ്താണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ജില്ലാതലത്തിൽ നിന്ന് പങ്കെടുക്കുന്നവരുടെ സംസ്ഥാനതല മത്സരമാണ് നടക്കുന്നത്. മെയ് മാസം 1-ാം തീയതി ആരംഭിച്ച് 10-ാം തീയതി അവസാനിക്കുന്ന സംസ്ഥാന ഗെയിമിൽ ഏകദേശം 8,000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇത് കായിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ, വലിയ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മേഖലയിൽ നിന്ന് വളരെയധികം കളിക്കാർ പുതുതായി ഈ ഒരു മത്സരം വഴി പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നത് കാണാൻ കഴിയും. 10-ാം തീയതി മത്സരങ്ങൾക്ക് സമാപനം ഉണ്ടാവുകയാണ്. ഇതിനെ തുടർന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ സ്കൂൾ മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന സ്കൂൾ ഗെയിം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടത്തുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടത്തി സംസ്ഥാന അടിസ്ഥാനത്തിൽ മത്സരം നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഒരു 10,000-കണക്കിന് കുട്ടികൾ സ്കൂളുകളിൽ ഇതിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷ. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു പുതുമയുണ്ട്. സാധാരണ ഇവിടെ കേരളത്തിൽ നടക്കുന്ന മത്സരങ്ങൾ വന്നെങ്കിൽ ഏതെങ്കിലും ഒരു സിലബസിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും. സംസ്ഥാന സ്കൂൾ സിലബസ് അല്ലെങ്കിൽ CBSE അല്ലെങ്കിൽ ICSE എല്ലാ സിലബസുകാരും പ്രത്യേകമാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ഇത്തവണ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മത്സരമാണ്. ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെല്ലാം അവരെല്ലാം ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഭാവിയിൽ 2 വർഷത്തിലൊരിക്കൽ കേരള ഗെയിം എന്ന ആശയം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. സ്കൂൾ ഗെയിം എല്ലാ വർഷവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും. കഴിഞ്ഞ മാസം 30-ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കായികമന്ത്രി V. അബ്ദുറഹ്മാനാണ് കേരള ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കായിക അടിസ്ഥാന സൗകര്യമുള്ള സംസ്ഥാനമായി കേരളം മാറുമെന്ന പ്രതീക്ഷ മന്ത്രി പങ്കുവച്ചു. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അന്താരാഷ്ട്ര നിലവാരമുള്ള ഓരോ ജില്ലാ സ്റ്റേഡിയങ്ങൾക്കൊപ്പം തന്നെ വിവിധ മണ്ഡലങ്ങളിൽ ആവശ്യമുള്ള സ്ഥലം ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോ പുതിയ സ്റ്റേഡിയങ്ങളുടെ പണി നടക്കുകയാണ്. പലതിന്റെയും പണി ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കായിക രംഗത്ത് അടിസ്ഥാന വികസനത്തിൽ വരുന്ന മാറ്റം വരും നാളുകളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കായിക അടിസ്ഥാന സൗകര്യ വികസനമുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് തിരക്കേറിയ വർഷമാകും 2022 എന്ന പ്രതീക്ഷയിലാണ് കായിക കേരളം. വരും നാളുകളിൽ നടക്കാനിരിക്കുന്ന ഒട്ടേറെ ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ടു പോവുകയാണ് കായിക താരങ്ങളും അക്കാദമികളും. കായിക പ്രേമികളും ആവേശത്തിലാണ്. ലോക കായിക മേളകളെയും മുഖ്യധാരാ വിനോദങ്ങളെയും മാത്രമല്ല കോവിഡ് നിറം കെടുത്തിയത്. നമ്മുടെ പാരമ്പര്യ കായിക വിനോദങ്ങളെയും പ്രാദേശികമായ കളികളെയും മഹാമാരി സാരമായി ബാധിച്ചു. കായിക വിനോദങ്ങൾ സാംസ്കാരികമായ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഇത്തരത്തിൽ കേരളത്തിന്റെ തനത് കായിക മത്സരങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് വള്ളംകളി. കഴിഞ്ഞ 2 വർഷമായി ജലപ്പരപ്പിലെ മഹോത്സവങ്ങൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. രോഗവ്യാപനത്തിൽ കുറവ് വരുന്നതോടെ ഈ വർഷം നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ജലമേളകൾ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് വള്ളംകളി പ്രേമികൾ. വള്ളങ്ങളുടെ അമരവും കൂമ്പുമൊക്കെ കേടുപാടുകൾ തീർത്ത് മോടി പിടിപ്പിച്ച് ക്ലബ്ബുകളും ശാരീരിക ശേഷി ഊട്ടിയുറപ്പിച്ച തുഴക്കാരും ഓണക്കാലത്തിനായി കാത്തിരിക്കുകയാണ്. കാരിച്ചാൽ ചുണ്ടൻ വള്ളസമിതി സെക്രട്ടറി റോബിൻ ചാക്കോ കറുകയിൽ വാർത്താതരംഗിണിയോട് ആവേശം പങ്കുവച്ചു. കുട്ടനാടൻ ജനതയുടെ ഒരുമിപ്പിന്റെ, സാഹോദര്യത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ, എല്ലാറ്റിലും ഉപരിയായി കായിക ബലത്തിന്റെ അളവുകോലായി കണക്കാക്കുന്ന വള്ളംകളികൾ, അതേ കുട്ടനാടൻ ജനതയുടെ ഹൃദയതാളമായ വള്ളംകളികൾ കോവിഡ് പശ്ചാത്തലത്തിൽ നിലച്ചിട്ട് 2 വർഷങ്ങൾ പിന്നിടുന്നു. എന്നാൽ കോവിഡ് ഭീഷണികൾ ഒരു പരിധിവരെ ഒഴിവായി നമ്മുടെ കലാകായിക സാംസ്കാരിക മേഖലകൾ ഉണരുമ്പോൾ കുട്ടനാട്ടിൽ വള്ളംകളികളുടെ ആരവം ഉയർന്നു കഴിഞ്ഞു. 2022 വള്ളംകളികൾ സംഘടിപ്പിക്കും എന്ന പശ്ചാത്തലത്തിൽ വള്ളങ്ങളും ടീമുകളും ആയതിന്റെ ഒരുക്കത്തിലാണ്. 15 നെഹ്റു ട്രോഫികൾ ഉൾപ്പെടെ മറ്റൊരു ചുണ്ടൻ വള്ളങ്ങൾക്ക് പോലും എത്തിപ്പിടിക്കാനാവാത്ത നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ജലചക്രവർത്തി എന്ന വിശേഷണമുള്ള കാരിച്ചാൽ ചുണ്ടൻ ഒരുക്കങ്ങളുടെ പണിപ്പുരയിലാണ്. 2022 നിലവിലെ ഏറ്റവും പ്രബലമായ ടീമുമായി സമ്പൂർണ്ണ പുതുക്കിപ്പണികൾക്ക് ശേഷം കാരിച്ചാൽ ചുണ്ടനും എത്തുന്നു ജലോത്സവ ലോകത്ത്. ഇനിയും ഇതിഹാസങ്ങൾ എഴുതി ചേർക്കാൻ കേരളത്തിന്റെ ജലോത്സവ ലോകം ഉണരട്ടെ, പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കായിക മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരികയാണ്. കായിക താരങ്ങളുടെ ശാരീരിക ശേഷിയും നൈപുണ്യവും മെച്ചപ്പെടുത്തുക, മികച്ച കായിക അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കുക, സ്പോർട്സിന് അനുഗുണമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവ
എന്നിവയൊക്കെ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഖേലോ ഇന്ത്യ. ഖേലോ ഇന്ത്യക്ക് കീഴിൽ രാജ്യമൊട്ടാകെ തെരഞ്ഞെടുക്കപ്പെട്ട 8 കായിക സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രമായി പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം മൈലത്ത് പ്രവർത്തിക്കുന്ന GV രാജ സ്പോർട്സ് സ്കൂൾ പട്ടികയിൽ ഇടം നേടിയെന്നത് അഭിമാനകരമാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 4ാം പതിപ്പ് അടുത്ത മാസം ഹരിയാനയിൽ നടക്കും. തനത് കായിക ഇനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി നമ്മുടെ കളരിപ്പയറ്റും ഗെയിംസിൽ ഒരു മത്സര ഇനമായി കഴിഞ്ഞ തവണ മുതൽ ഉൾപ്പെടുത്തിയിരുന്നു. അടുത്തിടെ നടന്ന ഖേലോ ഇന്ത്യ സർവകലാശാല കായികമേളയിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കേരളത്തിലെ സർവകലാശാലകൾക്ക് കഴിഞ്ഞു. തിരുവനന്തപുരം കാര്യവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന LNCPE അടുത്തിടെ സംഘടിപ്പിച്ച ഈ ഖേൽ പാഠശാല പരിപാടി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടി. കായിക അധ്യാപകർക്ക് പ്രാദേശിക പരിമിതികൾ മറികടന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. സ്പോർട്സിനെ ഒരു ജീവിത രീതിയായി അവലംബിക്കാൻ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ രാജ്യത്തെ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന GDPയുടെ 3 മുതൽ 4% വരെ കായിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിധം കായിക രംഗത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസ്താവിക്കുന്നു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ കായിക ഉപകരണങ്ങളുടെ ഉൽപാദനം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന GDPയുടെ 1% കായിക മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരും കായിക പ്രേമികളുമായ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കേരളത്തിൽ ഇത് 3 മുതൽ 4 വരെ ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. സ്വകാര്യ മേഖലയുടെ കൂടി പങ്കാളിത്തത്തോടെ കായിക ഉപകരണങ്ങളുടെ ഉൽപാദനം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ മേഖലയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കും. ഹെൽത്തി കിഡ്സ്, ആയോധന മത്സരങ്ങൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സ് എന്നിവയ്ക്കായിട്ടുള്ള ഗ്രാസ് റൂട്ട് പരിശീലന പദ്ധതികൾക്കും പുതിയ സ്പോർട്സ് പോളിസി നടപ്പാക്കുന്നതിനായി 6.5 കോടി രൂപ നീക്കിവെക്കുന്നു. സ്പോർട്സിന് മതിയായ പ്രാധാന്യം നൽകി സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന്റെ പുതിയ കായിക നയവും വൈകാതെ സർക്കാർ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ വർദ്ധിച്ച ജനസംഖ്യയും നഗരവൽക്കരണവും പൊതു കളിസ്ഥലങ്ങളുടെ ലഭ്യതക്കുറവിന് കാരണമായിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന ഗ്രാമീണ കളിസ്ഥല പദ്ധതി ശ്രദ്ധേയമാണ്. സ്കൂളുകളിലെ കളിസ്ഥലങ്ങൾ കൂടെ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നു. വിനോദസഞ്ചാര മേഖല, അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, ഭക്ഷണ വ്യവസായം, മാധ്യമങ്ങൾ എന്നിവയുടെ വികാസത്തെ കായിക മേഖലയുടെ വികസനം സഹായിക്കും. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കേരളം പോലെ വിനോദസഞ്ചാരികളുടെ പറുദീസയായ പ്രദേശത്ത് കായിക മേളകളും ടൂറിസവും പരസ്പരം പോഷിപ്പിക്കും. സ്പോർട്സ് ആയുർവേദ പോലുള്ള മേഖലകളിലും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയും. സ്പോർട്സ് ആയുർവേദത്തെക്കുറിച്ചും കേരളത്തിൽ ഇതിനായി ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചും ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ വാർത്താതരംഗിണിയോട്. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ 2009 രൂപീകൃതമായ സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ നാളിതുവരെ സ്പോർട്സ് താരങ്ങളുടെ ശാരീരിക ക്ഷമതയും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും പരിക്കുകൾ ആയുർവേദ ചികിത്സയിലൂടെ ഭേദമാക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചു വരുന്നു. കേരളത്തിലുടനീളം 24 സാർക്ക് യൂണിറ്റുകൾ, ജില്ലാ സ്പോർട്സ് കൌൺസിലുകൾ, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ, സ്പോർട്സ് സ്കൂളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ആയുർവേദ ആശുപത്രികൾ എന്നിവയിൽ പ്രവർത്തിച്ചു വരുന്നു. കായിക രംഗത്തുണ്ടായ പരിക്കുകൾ വളരെ എളുപ്പം ഭേദമാക്കുന്നതിനും സ്പോർട്സ് താരങ്ങൾക്ക് താരതമ്യേന വേഗത്തിൽ തന്നെ അവരുടെ കായിക ഇനത്തിൽ തിരിച്ചെത്താനും സ്പോർട്സ് ആയുർവേദ ചികിത്സയിലൂടെ സാധിക്കുന്നു. സ്പോർട്സ് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവർക്ക് അവരുടെ മത്സര ഇനത്തിൽ അനുയോജ്യമായ രീതിയിൽ പാകപ്പെടുത്തുന്നതിനും സ്പോർട്സ് ആയുർവേദ ചികിത്സയിൽ കൂടി സാധിക്കുന്നു. ഒരു മത്സര ഇനത്തിനു മുൻപും മത്സര സമയത്തും മത്സര ശേഷവും ഓരോ താരത്തിനും ആവശ്യമായ കണ്ടീഷനിംഗ് സാർക്ക് യൂണിറ്റിലൂടെ നൽകി വരുന്നു. ഏഷ്യയിലെ 1ാമത്തെ സ്പോർട്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് കിസാർ എന്ന പേരിൽ തൃശൂരിൽ പ്രവർത്തിച്ചു വരുന്നു. സ്പോർട്സ് താരങ്ങളുടെ ശാരീരിക ക്ഷമതയും ശക്തിയും വർദ്ധിപ്പിക്കുക, പ്രീ ഇവന്റ്, ഇവന്റ് ആൻഡ് പോസ്റ്റ് ഇവന്റ് മാനേജ്മെന്റ്, അതായത് ഒരു മത്സര ഇനത്തിന് മുൻപും മത്സര സമയത്തും മത്സര ശേഷവും സ്പോർട്സ് താരങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുക, സ്പോർട്സ് പരിക്കുകൾ ചികിത്സിച്ച് ഭേദമാക്കുക എന്നിവയാണ് സ്പോർട്സ് ആയുർവേദത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. നമ്മുടെ കേരളത്തിന് അഭിമാനമായ പല ദേശീയ അന്തർദേശീയ താരങ്ങളും സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിന്റെ ചികിത്സയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചവരാണ്. വിനോദോപാധി എന്ന നിലയിൽ മാത്രമല്ല, വ്യക്തികളുടെയും സമൂഹത്തിന്റെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും കായിക വിനോദങ്ങൾ പ്രധാനമാണ്. സാമൂഹിക പങ്കാളിത്തം ഉറപ്പുവരുത്താനും സാഹോദര്യത്തിന്റെയും തുല്യതയുടെയും സന്ദേശം പങ്കുവയ്ക്കാനും സ്പോർട്സ് സഹായിക്കുന്നു. മഹാമാരി ഏൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്ന് പൊടിതട്ടി എണീറ്റ് കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയോടെ നീങ്ങാൻ നമ്മുടെ കായിക മേഖലയ്ക്ക് കഴിയട്ടെ.
വാർത്താ തരംഗിണി സമാപിക്കുന്നു. സംവിധാനം പാർവതി ബി. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ്. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 10:30.